മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം റീഡിംഗ് ദ സ്ക്രിപ്ചർ വിത്ത് ദ റിസൺ ലോർഡ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം തിരുവചനത്തിന്റെ പുനർവായന. ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ഹോളി ബൈബിൾ? എന്താണ് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അതിന് സമാനമായ മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ദ ഹോളി ബൈബിൾ? എന്താണ് ഈ ബൈബിളിന്റെ അനുഭവങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? രണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരുടെ വളരെ വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിലൊന്നാമത്തെയാൾ വിമോചന ദൈവശാസ്ത്രത്തിന്റെ വളരെ ശക്തനായ വ്യക്തിത്വമായി നിൽക്കുന്ന ലിയോനാർഡോ ബോഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ലിയോനാർഡോ ബോഫ്. അദ്ദേഹം പറയുന്നത് ദ ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ലിബറേഷൻ. ബൈബിൾ വിമോചനത്തിന്റെ ഒരു പുസ്തകമാണ്. സ്പീക്കിംഗ് ടു ദ പൂവർ ആൻഡ് ഒപ്രസ്ഡ്. അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുമാണ്. ആൻഡ് കോളിംഗ് ഫോർ എ ട്രാൻസ്ഫർമേഷൻ ഓഫ് സൊസൈറ്റി. അതിൻ്റെ വിളി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയെ രൂപാന്തരപ്പെടുത്തുവാനുള്ള വിളിയാണ് ബൈബിളിനുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണത്. ബൈബിൾ വിമോചനത്തിന്റെ പുസ്തകമാണ്. അത് പാവപ്പെട്ടവർക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. വിശുദ്ധ ബൈബിൾ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്നു. എന്നാൽ ഇതിന് തികച്ചും വിരുദ്ധമായ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആഫ്രിക്കൻ ക്രിസ്ത്യൻ പുരോഹിതനായ ഡെസമണ്ട് ഡുട്ടുവിന്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഭൂരിഭാഗം ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. പക്ഷേ ദ ഡെപ്യൂട്ടി എ ക്രിസ്ത്യൻ ട്രാജഡി എന്ന് പറയുന്ന റോൾഫ് ഹോ ചുത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ശക്തമായ വാക്കുകളാണ്. ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതവുമായിരിക്കും. When the missionaries came to Africa, എപ്പോഴാണോ മിഷണറിമാർ ആഫ്രിക്കയിൽ വന്നത്, ക്രിസ്ത്യൻ മിഷണറിമാർ ആഫ്രിക്കയിൽ എപ്പോൾ വന്നോ, they had the Bible. അവരുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. And we had the land. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഭൂമിയും ഉണ്ടായിരുന്നു. They said, അവർ പറഞ്ഞു, let us pray. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ അവർ പറഞ്ഞു. We close our eyes. ഞങ്ങൾ കണ്ണടച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. When we opened them, എപ്പോൾ ഞങ്ങൾ കണ്ണുകൾ തുറന്നുവോ, we had the Bible. ഞങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട്. And they had the land. അവരുടെ കയ്യിൽ ഭൂമിയുമുണ്ട്. ബൈബിളിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ രണ്ട് തരത്തിലായിരിക്കും അഭിപ്രായം. ഒരു വിഭാഗം വളരെ പോസിറ്റീവായിട്ട് ഇത് വിമോചനം നൽകുന്ന പുസ്തകമാണ്, ഇത് പാവപ്പെട്ടവന്റെ ശബ്ദമാണ്, ഇത് സമൂഹത്തെ രൂപാന്തരപ്പെടുത്തും എന്ന് ഒരു ഭാഗം പറയുമ്പോൾ, മറുഭാഗം ബൈബിൾ കൊള്ളയടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നവരും ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ്, ഈ രണ്ട് അഭിപ്രായങ്ങളുടെ നടുവിലാണ് ഇന്നത്തെ വചനധ്യാനത്തിന്റെ പ്രസക്തി. റീഡിംഗ് ദ സ്ക്രിപ്ചർ വിത്ത് ദ റിസൺ ലോർഡ്. തിരുവചനത്തിന്റെ പുനർവായന, അതും ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം. വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കാം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്ന വിശുദ്ധ വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പോസ് എന്ന പേരുള്ള യേശുക്രിസ്തുവിനെ ശക്തിയായി ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഈ അപ്പോസ്തലൻ യഹൂദന്മാരിൽ മാത്രം ആ ക്രിസ്ത്യാനിറ്റി ഒതുങ്ങരുത് എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഈ മനുഷ്യൻ ശമരിയിൽ പോയി ശക്തമായ സുവിശേഷം വിളമ്പുന്നത്. ഈ സുവിശേഷത്തെ ശമരിയക്കാർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്ന് മാത്രമല്ല, ഈ ശമരിയക്കാർ മാനസാന്തരത്തിലേക്ക് നീങ്ങി.
തുടർന്നാണ് 8-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളുടെ പ്രസക്തി. ദൈവത്തിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ ഇനി യെരൂശലേമിലേക്ക് പോകാം. ഈ യാത്രയിൽ ഈ മനുഷ്യൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. എത്യോപ്യയിലെ കന്നക്ക എന്ന് പറയുന്ന രാജ്ഞിയുടെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ ഒരു ഷണ്ണനെ കണ്ടുമുട്ടുന്നു. ആരാണ് ഈ ഷണ്ണൻ എന്ന് ചോദിച്ചാൽ എത്യോപ്യക്കാരനാണ്. നമുക്ക് ഇന്ന് ആ രാജ്യത്തിന് സുഡാൻ എന്നുള്ള പേരിൽ നാം അറിയപ്പെടുന്ന വിശുദ്ധ ബൈബിൾ കൂശ്യ വംശം, കൂശ്യർ എന്നൊക്കെ പറയുന്നത് ഈ ഒരു രാജ്യക്കാരെയാണ്. ഇവരെ കുറിച്ച് കൂടുതലും പരാമർശിക്കുന്ന പുസ്തകം എസ്തേറിന്റെ പുസ്തകമാണ്. ചുരുക്കത്തിൽ വളരെ വിദൂരത്തിലുള്ള ഒരു ഫോറിൻ കൺട്രി, കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ കറുത്ത വർഗക്കാരനായ ഒരു മനുഷ്യൻ, അവൻ ഷണ്ണനാണ്. ഷണ്ണൻ എന്ന് പറഞ്ഞാൽ ആണ് എന്ന് പറയാനും കഴിയത്തില്ല, പെണ്ണ് എന്ന് പറയാനും കഴിയത്തില്ല. ഹി ബ്രാൻഡഡ് ബൈ ഹിസ് കണ്ടീഷൻ ആസ് എ സെക്സ്ലെസ് പേഴ്സൺ. അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈംഗികത നിർണയിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം. രണ്ട് രീതിയിൽ ഷണ്ണന്മാർ ഉണ്ടാകാം. ഒന്ന് മൈ ബർത്ത്, എൻ്റെ ജനനം, ബൈ ബർത്ത്, ജനനത്താൽ. ഒരു വ്യക്തി ആണാകണോ പെണ്ണാകണോ എന്ന് നിയന്ത്രിക്കുന്നത് ബയോളജിക്കലി ക്രോമസോമുകളാണ്. ഒരാണിന്റെ ശരീരം. എന്നാൽ എൻ്റെ ക്രോമസോണുകൾ വ്യത്യസ്തങ്ങളാണെങ്കിൽ, നമ്പേഴ്സിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ നേച്ചർ ഫീമെയിൽ ആകാൻ സാധ്യതയുണ്ട്. ബൈ ബർത്ത് കൊണ്ട് ചിലർ ഷണ്ണന്മാരാകാം. എന്നാൽ ചിലരുണ്ടല്ലോ, ഷണ്ണന്മാരാകാൻ വേണ്ടി ഫിസിക്കലായി ഷണ്ണന്മാരാകുന്നവരുണ്ട്. ഇതിൽ കഴിവുള്ളവരെ കൊട്ടാരങ്ങളിൽ ഏറ്റവും ഉയർന്ന തസ്തികകളിൽ അവർക്ക് ഹൈ പവറോടുകൂടെ ജോലികൾ ലഭ്യമാകും എന്നുള്ളതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം 14-15 വാക്യങ്ങളിലൊക്കെ ഒരു കൊട്ടാരത്തിൽ ഷണ്ണനുള്ള പവറിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കൊട്ടാരത്തിൽ അന്തഃപുരത്തിനകത്ത് ആ ഷണ്ണനുള്ള പവർ, അധികാരം. എന്നാൽ ഇവർ യഹൂദന്മാരുടെ കണ്ണിൽ അത്ര പ്രിയപ്പെട്ടവരൊന്നും അല്ല. സ്ഥാനമുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഞാൻ പറയും ഐഡന്റിറ്റി ഇല്ലാത്തൊരു വിഭാഗമാണ് ഷണ്ണന്മാർ. അതിന് തെളിവ് ആവർത്തന പുസ്തകം 23-ാം അധ്യായം 1-ാം വാക്യം. യഹോവയുടെ ഒരു നിയമമാണ്, ഷണ്ണനോ ചിഹ്നലിംഗനോ ഒരു കാരണവശാലും ദൈവാലയത്തിൽ പ്രവേശിക്കരുത്. ഒരു കാരണവശാലും ദൈവാലയത്തിൽ പ്രവേശിക്കരുത്. ഈ തിരുവചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് യഹൂദ സമൂഹം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, ഒരു കാരണവശാലും ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പവർ വെച്ച് യെരൂശലേം വരെ പോയി ദൈവാലയത്തിൽ കയറാൻ സാധ്യതയില്ല. അത് ഈ നിയമത്തിന്റെ ബലത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും സാധ്യതയില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഫിലിപ്പോസിനോട് ദൈവം പറയുകയാണ്, നീ ആ രഥത്തോട് ചേർന്ന് നടക്ക്. ഷണ്ണൻ രഥത്തിലാണ് സഞ്ചരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ കൊണ്ട് ഫിലിപ്പോസ് രഥത്തോട് ചേർന്ന് നടന്നു. നോക്കുമ്പോൾ യെശയ്യാ പ്രവചന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ഫിലിപ്പോസ് ആദ്യം ഒന്ന് സംഭാഷണം തുടങ്ങി. നീ വായിക്കുന്നത് ശരിക്കും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഷണ്ണൻ ജിജ്ഞാസയോടുകൂടെ പറയുന്ന വാക്കുണ്ട്, ഒരുത്തൻ പൊരുൾ ഗ്രഹിച്ചു തരാഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? തുടർന്ന് യെശയ്യാ പ്രവചനത്തിലെ ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്ന ആ ഭാഗത്തെ എടുത്ത് ഉദ്ധരിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗത്തെ. അത് വായിക്കുമ്പോൾ തന്നെ ഈ ഷണ്ണന്റെ ഹൃദയത്തിന്റെ അകത്തൊരു നൊമ്പരം ഉണ്ടായി കേട്ടോ.
എന്നെ ഏറെ ആകർഷിച്ച വാക്യം അതാണ് 14-ാം വാക്യം. ഷണ്ണൻ ഫിലിപ്പോസിനോട്, പ്രവാചകൻ ആരെ കുറിച്ചാണ് ഇത് പറയുന്നേ? എന്നെ കുറിച്ചാണോ അല്ല മറ്റാരെങ്കിലും കുറിച്ചാണോ? കാരണം എൻ്റെ ജീവിത അനുഭവം പോലെ തോന്നുന്നു ക്രിസ്തുവിനെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. അവഹേളിക്കപ്പെട്ടതും നിന്ദിക്കപ്പെട്ടതും തകർക്കപ്പെട്ടതും അറുക്കപ്പെട്ടതുമായ അനുഭവത്തെക്കുറിച്ച് അവിടെ ശക്തമായി പറയുമ്പോൾ ഈ ഫിലിപ്പോസിനോട് ഷണ്ണൻ ചോദിക്കുകയാണ്, ഇതാരെ കുറിച്ചാ പറയുന്നത്? എന്നെ കുറിച്ചാണോ? തുടർന്ന് സുവിശേഷം പറയുന്നു, സ്നാനപ്പെടുത്തുന്നു. 39-ാം വാക്യം, അവർ സന്തോഷിച്ചുകൊണ്ട് ഷണ്ണൻ തൻ്റെ വഴിക്ക് കടന്നു പോകുന്നതാണ് ഈ വേദഭാഗം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ദർശനം. ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം എങ്ങനെ എനിക്കും നിങ്ങൾക്കും തിരുവചനം പുനർവായനയ്ക്ക് വിധേയപ്പെടുത്തുവാൻ കഴിയുമെന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം. വെറും 2 ചിന്തകളാണ് ദൈവാശ്രയത്തോടെ ഞാൻ നൽകാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, അപ്രോച്ച് ദ സ്ക്രിപ്ചർ ബൈ ബ്രേക്കിംഗ് ബൗണ്ടറീസ്. തിരുവചനത്തെ സമീപിക്കുന്നത് എല്ലാ അതിരുകളെയും മുറിച്ചുകൊണ്ടാകണം. മുൻവിധികളോടുകൂടെ ഞാനും നിങ്ങളും തിരുവചനത്തെ സമീപിക്കരുത്. മിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ, ദൗത്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 1952 വില്ലിംഗൻ കോൺഫറൻസ് മിഷണറിമാർക്ക് മറക്കാൻ കഴിയത്തില്ല. മിസിയോ ഡേ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ്, അതിന്റെ അർത്ഥം ദ മിഷൻ ഓഫ് ഗോഡ്, ഫോം ചെയ്ത അല്ലെങ്കിൽ അതിന് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു കോൺഫറൻസ് ആയിരുന്നു വില്ലിംഗൻ കോൺഫറൻസ് 1952. അതിനു മുൻപ് വരെയും മിഷൻ എന്ന് പറയുന്നത് ആന്ത്രോപോസെൻട്രിക് ഫോക്കസിലായിരുന്നു, മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു. ഈ മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രകൃതിക്ക് ഒരു റോളും ഇല്ല. മനുഷ്യന്റെ തന്ത്രങ്ങൾക്കും മനുഷ്യന്റെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ ഇത് ചർച്ച് സെന്റേർഡായി. ചർച്ച് സെന്റേർഡ് ആയപ്പോൾ സഭയിൽ ആളെ കൂട്ടുക എന്നുള്ളത് മാത്രമായി ഈ മിഷന്റെ ദൗത്യം. മനുഷ്യ കേന്ദ്രീകൃതവും സഭ കേന്ദ്രീകൃതവുമായപ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ടായി. 1952 മുതൽ ദ മിഷൻ ഓഫ് ഗോഡ്, മിസിയോ ഡേ, പ്രാബല്യത്തിൽ വന്നു. അപ്പോഴാണ് ഒരു ഹോളിസ്റ്റിക് ലിബറേഷൻ, ഒരു ഹോളിസ്റ്റിക് സാൽവേഷൻ, ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് സാധ്യമായി തീരുന്നത്. ചുരുക്കത്തിൽ മനുഷ്യ കേന്ദ്രീകൃതവും സഭാ കേന്ദ്രീകൃതവുമായപ്പോൾ അതിന് പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഷണ്ണനെ നമുക്കൊന്ന് ആ ഒരു ലെൻസിലൂടെ നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഷണ്ണൻ വിജാതീയനാണ്. ചുരുക്കത്തിൽ ഫിലിപ്പോസ് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഷണ്ണൻ ഒരു എത്യോപ്യക്കാരൻ എന്ന് പറഞ്ഞാൽ കൂശ്യവർഗം എന്ന് പറഞ്ഞാൽ കറുപ്പനാണ്, നീഗ്രോയ്ക്ക് സമമായ ഒരു വ്യക്തിത്വമാണ്. അതിലുമുപരി ആവർത്തന പുസ്തകം 23:1 പറയും പോലെ അവൻ ദൈവാലയത്തിൽ പോലും കയറാൻ യോഗ്യതയുള്ളവനുമല്ല. അതിരുകൾ, ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, മിഷന് ഉണ്ടായിരുന്നു അതിരുകൾ. മനുഷ്യ കേന്ദ്രീകൃതം ഒരു അതിര് ഉണ്ടായിരുന്നു, സഭ കേന്ദ്രീകൃതം ഒരു അതിരുണ്ടായിരുന്നു. ദ മിഷൻ ഓഫ് ഗോഡ് ആയപ്പോൾ ഒരു അതിരുകളുമില്ല. പ്രകൃതി, മനുഷ്യൻ, ജാതിയില്ല, മതമില്ല, ഭാഷ വ്യത്യാസമല്ല, എല്ലാം ദൈവത്തിന്റെ ദൗത്യം. ഈ അതിർവരമ്പുകളെ പൊളിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ തിരുവചനത്തിന്റെ വായനയിലൂടെ ഉയിർത്തെഴുന്നേറ്റ കർത്താവിനെ അനുഭവിക്കാൻ കഴിയുന്നത്. ഒന്ന്, നമ്മൾ അതിർവരമ്പുകളെ പൊളിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 29, 30, 31 വായിക്കുമ്പോൾ അതിർവരമ്പുകളെ പൊളിക്കണമെങ്കിൽ
അവനുമായിട്ട് ചേർന്ന് നടക്കാൻ നിനക്ക് കഴിയണം. ഫിലിപ്പോസ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ട് രഥത്തോട് ചേർന്ന് നടന്നു. ഞാൻ പറഞ്ഞില്ലേ, അതിർവരമ്പുണ്ട്, വിജാതീയനാണ്, ദൈവത്തിന് പോലും പ്രിയപ്പെട്ടവനല്ല, കറുത്ത വർഗക്കാരനാണ്. ആ അതിർവരമ്പ് ലംഘിക്കുവാൻ ഒരു മനുഷ്യൻ ചേർന്ന് നടക്കാൻ തയ്യാറായി. ചേർന്ന് നടന്നു എന്ന് മാത്രമല്ല, ആദ്യം സംസാരിക്കുന്നത് ഫിലിപ്പോസ് ആണ്. നിനക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ നീ വായിക്കുന്ന യെശയ്യാ പ്രവചന പുസ്തകം? തീർന്നില്ല. ആ രഥത്തിന്റെ അകത്ത് കയറിയിരിക്കാനും അവനെ സ്നാനപ്പെടുത്താനും അവന് സുവിശേഷത്തിന്റെ മർമ്മങ്ങളെ പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയുന്നത് അതിർവരമ്പുകൾ പൊളിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രിയപ്പെട്ടവരെ. അതാണ് ഞാൻ പറയുന്നത്, ബൈബിൾ വായിക്കുമ്പോൾ മുൻവിധികളില്ലാതെ വായിക്കാനും മുൻവിധികളില്ലാതെ പ്രസംഗിക്കാനും എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. അപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവുമായി ചേർന്നുള്ള ഒരു ബന്ധത്തിൽ തിരുവചനത്തിന്റെ പുനർവായന ഉണ്ടാകുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശമരിയാസ്ത്രീ, വെള്ളം കോരാൻ നട്ടുച്ച നേരത്ത് വന്ന ശമരിയാസ്ത്രീ. നമ്മുടെ അഭിപ്രായം എന്താ ഈ സ്ത്രീയെ കുറിച്ച്? നമുക്ക് പലർക്കും ഈ സ്ത്രീ അത്ര നല്ല അഭിപ്രായമല്ല. കാരണം 5 ഭർത്താക്കന്മാരുള്ളവളാണ് ഈ സ്ത്രീ. ഇപ്പോഴുള്ളവൻ ഭർത്താവും അല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമൂഹം വ്യഭിചാരി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു ക്യാരക്ടറാണ് ഈ ശമരിയ സ്ത്രീ, സംശയമില്ല. പക്ഷെ പ്രാർത്ഥനയോടെ ഇന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ഈ സ്ത്രീയോട് ഒന്ന് ചേർന്ന് നടന്നാൽ, ഈ സ്ത്രീയോട് ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ, ഈ സ്ത്രീ സഞ്ചരിക്കുന്ന പാതയിൽ ഒന്ന് നടക്കാൻ ശ്രമിച്ചാൽ, അന്നത്തെ കൾച്ചറിന്റെ ഒരു ഇരയാണ് ഈ സ്ത്രീ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് പുനർവായന. യഹൂദന്മാർക്കിടയിൽ ഒരു ആചാരമുണ്ടായിരുന്നു. ആചാരത്തിന്റെ പേരാണ് ലെവിറേറ്റ്, LEVIRATE, ലെവിറേറ്റ്. എന്താണ് ലെവിറേറ്റ് എന്ന് ചോദിച്ചാൽ, ഭർത്താവ് മരിച്ചുപോയാൽ അവന്റെ ഭാര്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം കഴിച്ചിരിക്കണം. അതിൽ നിന്ന് മാറി നീക്കാൻ പാടില്ല. സതിയെ പോലെ ഭർത്താവ് മരിച്ചാൽ ചിതയെ ചാടണം. അത് ഒരു കൽപ്പന തന്നെയാണ്. ഇതുപോലത്തെ ഒരു മത അനുഭവമാണ് ഈ ലെവിറേറ്റ്. കല്യാണം കഴിച്ചിരിക്കണം, ഇഷ്ടമുണ്ടോ ഇല്ലയോ അതൊരു സബ്ജക്റ്റേ അല്ല. ഇനി സഹോദരൻ ഇല്ലെങ്കിൽ അത്രയും കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ അവൾ ബാധ്യസ്ഥയാണ്. അവൻ മരിച്ചാൽ അവന്റെ സഹോദരനെ. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീയുമായി ഞാനൊന്ന് ചേർന്ന് നടന്നപ്പോൾ, ഈ സ്ത്രീയുമായി ഞാനൊന്ന് സംസാരിച്ചപ്പോൾ ദൈവം തന്ന ശക്തമായ ഒരു ആലോചന ഏതാണ്? അന്നത്തെ സംസ്കാരത്തിന്റെ ഇരയാണ്. ഭർത്താവ് മരിച്ചിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടമില്ലെങ്കിലും അവന്റെ സഹോദരനെ സ്വീകരിച്ച്, അവൻ മരിച്ചപ്പോൾ അവന്റെ സഹോദരനെ സ്വീകരിച്ച്, വേദനിച്ച് 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 മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ പോയ ഒരു വ്യക്തിത്വമായിരുന്നു ഈ ശമരിയ സ്ത്രീ. അപ്പോൾ അവളുമായിട്ടൊന്ന് ചേർന്ന് നടന്നപ്പോഴേ, അവളുമായിട്ടൊന്ന് സംസാരിച്ചപ്പോഴേ അവളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ഒന്ന് മാറിയേ. അവളോട് നമുക്കൊരു വാത്സല്യം ഉണ്ടായേ, അവളോട് നമുക്കൊരു സഹതാപം ഉണ്ടായി. ഇതുവരെയും വ്യഭിചാരി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മുൻവിധികളില്ലാതെ തിരുവചനത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയട്ടെ. മുൻവിധികളില്ലാതെ തിരുവചനത്തെ മറ്റുള്ളവരുടെ മുൻപാകെ പറയാൻ നമുക്ക് കഴിയട്ടെ. അപ്രോച്ച് ദ സ്ക്രിപ്ചർ ബൈ ബ്രേക്കിംഗ് ബൗണ്ടറീസ്. മുൻവിധികളില്ലാതെ അതിരുകളെ പൊളിച്ചുകൊണ്ട് തിരുവചനത്തെ വായിക്കാൻ ഉയർത്ത കർത്താവുമായി ഒരു ശ്രമം നമുക്ക് നടത്താം. അങ്ങനെ വായിച്ചത് കൊണ്ടാണ് ബ്ലാക്ക് തിയോളജി രൂപപ്പെടുന്നത്, കറുത്ത ദൈവശാസ്ത്രം. ലിബറേഷൻ തിയോളജി രൂപപ്പെടുന്നത്,
സ്ത്രീപക്ഷ ബൈബിൾ വായന രൂപപ്പെടുന്നത്. അവിടെ ശക്തമായൊരു ചോദ്യമുണ്ട്, എന്നെ കുറിച്ചാണോ പറയുന്നത്? അതിരുകളെ മുറിച്ചുകൊണ്ട് വായിക്കുമ്പോൾ ഈ ഷണ്ണനെ പോലെ പറയുന്ന വ്യക്തിത്വങ്ങൾ ഈ സമൂഹത്തിലുണ്ടാകും. ഇത് എന്നെ കുറിച്ച്, എൻ്റെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. എക്സ്പീരിയൻസ്. ഉയർത്ത കർത്താവുമായി ചേർന്നുള്ള പുനർവായന എന്ന് പറഞ്ഞാൽ അതിരുകളെ മുറിച്ചുകൊണ്ട് തിരുവചനത്തിനോട് കാണിക്കുന്ന സമീപനമാണ് ഉയർത്ത കർത്താവുമായി ചേർന്നുള്ള തിരുവചനത്തിന്റെ പുനർവായനയുടെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തേത്, അപ്രോച്ച് ദ സ്ക്രിപ്ചർ വിത്ത് എ ഗോഡ് സെന്റേഡ്. ദൈവ കേന്ദ്രീകൃതമായി തിരുവചനത്തെ സമീപിക്കുക. ഈ 8-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ ഫിലിപ്പോസിനെ നിയന്ത്രിക്കുന്നതെല്ലാം ദൈവാത്മാവാണ്. 26-ാം വാക്യത്തിൽ പറയുന്നു ദൂതൻ നയിക്കുന്നു. 29-ാം വാക്യത്തിൽ പറയുന്നു ആത്മാവ് അവനോടുകൂടെ രഥത്തോട് ചേർന്ന് നടക്കാൻ പറയുന്നു. 39-ാം വാക്യത്തിൽ പറയുന്നു മതി നിന്റെ ദൗത്യം എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ മറ്റൊരു സ്ഥലത്തേക്ക് ആത്മാവ് കൊണ്ടുപോകുന്നു. മുഴുവനും നിയന്ത്രിക്കുന്നത് ഗോഡ് സെന്റേഡ്. ദൈവ കേന്ദ്രീകൃതമായി, ദൈവാശ്രയത്തോടെ, ആത്മാവിൽ നിന്നുകൊണ്ട്, ദൂതന്റെ സാന്നിധ്യത്തിൽ തിരുവചനത്തെ സമീപിക്കാൻ നമുക്ക് കഴിയട്ടെ. ലിയോനാർഡോ ബോഫിന്റെ മറ്റൊരു മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ലിബറേഷൻ ഈസ് നോട്ട് ജസ്റ്റ് ഫ്രം സിൻ. ഈ പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല വിമോചനം എന്ന് പറയുന്നത്, ബട്ട് ഫ്രം ആൾ ഫോം ഓഫ് ഒപ്രഷൻ. എല്ലാ അടിമത്വത്തിൽ നിന്നും നിന്നെ വിമോചിപ്പിക്കുന്ന ഒരു ഹോളിസ്റ്റിക് സാൽവേഷൻ എനിക്ക് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ദൈവ കേന്ദ്രീകൃതമായി തിരുവചനത്തെ സമീപിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ സുവിശേഷ വേദഭാഗം ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 24 വരെ വായിക്കുമ്പോൾ ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ്, ഒരു ഹോളിസ്റ്റിക് ലിബറേഷൻ അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് സാൽവേഷൻ അവിടെ കാണാൻ കഴിയും. എമൗസിലോട്ടുള്ള യാത്രയിൽ കണ്ണുകൾ നിരോധിക്കപ്പെട്ട 2 പേരുടെ മുൻപിൽ യേശുവിൻ്റെ ഒരു യാത്ര. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർക്കുണ്ടാകുന്ന ഒരു 4 ലിബറേഷനെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഒന്ന്, ലിബറേഷൻ ഫ്രം ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്. അവരുടെ പരിമിതമായ സാഹചര്യങ്ങളെ, മനസ്സിലാക്കലുകളെ വിടുവിക്കുന്ന ഒരു ദൈവം. 2, ലിബറേഷൻ ഫ്രം സോറോ ആൻഡ് ഡിസ്അപ്പോയിന്റ്മെന്റ്. അവരുടെ നിരാശകളെയും ദുഃഖങ്ങളെയും വിടുവിക്കുന്ന ഒരു ദൈവം. 3, ലിബറേഷൻ ഫ്രം സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്. അവരുടെ ആത്മീയ അന്ധതയെ വിടുവിക്കുന്ന ഒരു ദൈവം. 4, ലിബറേഷൻ ടു ഷെയർ ദെയർ എക്സ്പീരിയൻസ്. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുന്ന ഒരു ദൈവം. ഇന്നത്തെ വചനധ്യാനത്തിന്റെ തുടക്കത്തിൽ ഞാൻ വീണ്ടും വരികയാണ്. ഒരു ഭാഗത്ത് ബൈബിൾ ലിബറേഷന്റെ പുസ്തകമാണെന്നും പാവപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും ശബ്ദമാണെന്നും ഒരു ഭാഗം പറയുമ്പോൾ മറുഭാഗം പറയുകയാണ് ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ തന്ന് ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൊള്ളയടിച്ചൊരു ചരിത്രമുണ്ട്. ഇതിന്റെ നടുവിൽ എങ്ങനെ എനിക്ക് തിരുവചനത്തെ പുനർവായനയ്ക്ക് വിധേയപ്പെടുത്താൻ കഴിയും? 2 ശക്തമായ ചിന്തകൾ. 1, അതിരുകളെ ഭേദിച്ചുകൊണ്ട് തിരുവചനത്തെ സമീപിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. 2, ദൈവ കേന്ദ്രീകൃതമായി ദൈവം നയിക്കുന്ന, ദൂതൻ നയിച്ചു, ആത്മാവ് പറഞ്ഞു, ആ അനുഭവത്തോടു കൂടെ തിരുവചനത്തെ സമീപിക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ബൈബിൾ ഒരു ലിബറേഷന്റെ പുസ്തകമായി മാറും. അപ്പോഴാണ് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശക്തമായി തീരുന്നത്. ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ലിബറേഷൻ. ബൈബിൾ ഒരു വിമോചനത്തിന്റെ പുസ്തകമായി തീരും. സ്പീക്കിംഗ് ടു ദ പൂവർ ആൻഡ് ഒപ്രസ്ഡ്. അത് സംസാരിക്കുന്നത് പാവപ്പെട്ടവൻ, അടിച്ചമർത്തപ്പെട്ടവൻ, അവരുടെ മേൽ സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പുസ്തകമായി ബൈബിൾ മാറും. അതിന്റെ കോളിംഗ് ഫോർ എ ട്രാൻസ്ഫോർമേഷൻ. അത് രൂപാന്തരപ്പെടുത്തും. ഓഫ് സൊസൈറ്റിയെ അത് രൂപാന്തരപ്പെടുത്തും. അങ്ങനെ തിരുവചനത്തെ വായിക്കാനും പഠിക്കാനും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. ഉയിർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം ഈ വിശുദ്ധ ബൈബിൾ നമുക്ക് വായിക്കാം. ഇത് ജീവന്റെ പുസ്തകമാണ്.
ഈ പുസ്തകം നമ്മെയും സമൂഹത്തെയും ഒരുപോലെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. ആമേൻ.